So, our next question, the nuclear lamina is composed of which type of protein? Nuclear lamina, ഞാൻ പറഞ്ഞു ന്യൂക്ലിയസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അതിന് രണ്ട് മെംബ്രെയിൻ ഉണ്ട്, ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ആ ഇന്നർ മെംബ്രെയിനോട് ചേർന്ന് കാണപ്പെടുന്ന പ്രോട്ടീൻ എന്നുണ്ടെങ്കിൽ ഇന്നർ മെംബ്രെയിനിൽ ചേർന്ന് കാണപ്പെടുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ലാമിന എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ലാമിന ഇതിലോട്ടായിരിക്കും ക്രൊമാറ്റിൻസ് ഒക്കെ ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ക്രൊമാറ്റിൻസ് അറ്റാച്ച് ചെയ്ത് കാണാനായിട്ട് പറ്റാം. സോ ഈ ന്യൂക്ലിയർ ലാമിന ഇസ് കമ്പോസ്ഡ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ് ക്വസ്റ്റ്യൻ. ആക്റ്റിൻ, ട്യൂബുലിൻ, ലാമിൻ ആൻഡ് മയോസിൻ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലാമിൻ. ലാമിൻ പ്രോട്ടീൻസ് വെച്ചിട്ടാണ് ന്യൂക്ലിയർ ലാമിന ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The selective traffic of proteins and RNAs between the nucleus and the cytoplasm is through. The selective traffic of proteins and RNAs between the nucleus and cytoplasm is through. സൈറ്റോപ്ലാസത്തിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും ഇടയ്ക്ക് മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്ന ചാനലായിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് സ്ട്രക്ചറാണ്? ന്യൂക്ലിയർ ലാമിനയാണോ? ഓപ്ഷൻ എ ന്യൂക്ലിയർ ലാമിന അല്ല. ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ അതുമല്ല. ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ബോത്ത് എ ആൻഡ് ബി. ഏതാണ് വരിക? ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ആൻസർ ഏതാണ് വരിക? ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഇതാണ് ന്യൂക്ലിയസിൻ്റെ ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ദെൻ ഇതിലിങ്ങനെ നമുക്ക് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് കാണാനായിട്ട് പറ്റും. ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് കാണാനായിട്ട് പറ്റും. ഈ ന്യൂക്ലിയർ പോർസ് വഴിയാണ് മെറ്റീരിയൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുക. മെറ്റീരിയൽസ് ന്യൂക്ലിയസിനകത്തോട്ടും അതുപോലെ സൈറ്റോപ്ലാസത്തിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് വഴിയായിരിക്കും? ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് വഴിയായിരിക്കും. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, ന്യൂക്ലിയർ പോർ കോംപ്ലക്സസ് ആർ കമ്പോസ്ഡ് ഓഫ് മൾട്ടിപ്പിൾ പ്രോട്ടീൻസ് കളക്റ്റീവ്ലി നോൺ ആസ്. ഈ ന്യൂക്ലിയർ കോംപ്ലക്സ് ഒരുപാട് പ്രോട്ടീൻസ് ചേർന്നിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദീസ് പ്രോട്ടീൻസ് ആർ നോൺ ബൈ ദ നെയിം. എന്തായിരിക്കും? ഹിസ്റ്റോൺസ് ആണോ? അല്ല. ലാമിൻസ് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ ലാമിനയിലാണ്. ദെൻ റൈബോസോംസ് ആണോ? അല്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ന്യൂക്ലിയോപോറിൻസ്. എങ്ങനെയാണ്? ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ് കോൾഡ് ന്യൂക്ലിയോപോറിൻസ്. ന്യൂക്ലിയോപോറിൻസ് 3 ടൈപ്പ് ന്യൂക്ലിയോപോറിൻസ് ആണുള്ളത്. സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ്, സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ്, NUPs എന്ന് പറയും, NUPs ന്യൂക്ലിയോപോറിൻസ്. ദെൻ മെംബ്രെയിൻ ന്യൂക്ലിയോപോറിൻസ്, മെംബ്രെയിൻ nucleoporins, and the third one is FG rich nucleoporins. FG rich nucleoporins. ഇതൊക്കെയാണ് സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ്, മെംബ്രെയിൻ ന്യൂക്ലിയോപോറിൻസ് ആൻഡ് FG ന്യൂക്ലിയോപോറിൻസ്. ഈ സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഇന്നർ മെംബ്രെയിനെയും ഔട്ടർ മെംബ്രെയിനെയും കണക്ട് ചെയ്യുന്നതാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതിൽ കാണപ്പെടുന്നത് ഇങ്ങനെ സ്പോക്സ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഔട്ടർ ലീഫ്ലെറ്റിലോട്ടും ഇന്നർ ലീഫ്ലെറ്റിലോട്ടും, അതായത് സൈറ്റോസോളിക് സൈഡിലോട്ടും ന്യൂക്ലിയോപ്ലാസ്മിക് സൈഡിലോട്ടും. അതാണ് സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് അതൊരു റിംഗ് ലൈറ്റ് സ്ട്രക്ചർ പോലെയൊക്കെ ഫോം ചെയ്യും. ഒരു റിംഗ് ലൈറ്റ് സ്ട്രക്ചറൊക്കെ ഫോം ചെയ്യും. അതിൽ 7 സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ് ആണുള്ളത്. അങ്ങനെ അത് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കോൾഡ് വൈ കോംപ്ലക്സ് ഒക്കെ ഫോം ചെയ്യും. വൈ കോംപ്ലക്സ്. ദെൻ മെംബ്രെയിൻ ന്യൂക്ലിയോപോറിൻസ് എന്ന് പറയുന്നത്, മെംബ്രെയിൻ ന്യൂക്ലിയോപോറിൻസ് എന്ന് പറയുന്നത് ആ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിലെ ചാനലിൽ ഇങ്ങനെ ഒരു ക്യാവിറ്റി പോലെയുള്ളതാണ്. ആ ചാനലിന് ആങ്കറേജ് കൊടുക്കുന്നതാണ് മെംബ്രെയിൻ ന്യൂക്ലിയോപോറിൻസ്. ദെൻ FG റിച്ച് ന്യൂക്ലിയോപോറിൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ന്യൂക്ലിയർ മെംബ്രെയിൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് അല്ലേ. ഇവ തമ്മിൽ, അതായത് ഔട്ടർ മെംബ്രെയിനെയും ഇന്നർ മെംബ്രെയിനെയും തമ്മിൽ കണക്ട് ചെയ്ത് കാണപ്പെടുന്ന ഒരു കർവ് ലൈക്ക് സ്ട്രക്ചറാണ് FG റിച്ച് ന്യൂക്ലിയോപോറിൻസ് എന്ന് പറയുന്നത്. FG റിച്ച് എന്ന് പറയാൻ കാരണം ഫിനൈൽ അലാനിൻ ആൻഡ് ഗ്ലൈസിൻ റിച്ച് ആയിരിക്കും. ഫിനൈൽ അലാനിൻ ആൻഡ് ഗ്ലൈസിൻ റിച്ച്. സോ ന്യൂക്ലിയോപോറിൻസ് 3 ടൈപ്പ് ഉണ്ട്. സ്ട്രക്ചറൽ, മെംബ്രെയിൻ ആൻഡ് FG റിച്ച്. അതിൻ്റെ പൊസിഷൻസ് ഓർത്തിരിക്കുക. ദെൻ സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ് ആണ് വൈ കോംപ്ലക്സ് ഫോം ചെയ്യുന്നതെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ,
The Y complex is made up of. ഏതാണ് ആൻസർ? ഓപ്ഷൻ വായിക്കേണ്ടല്ലോ. ഏതാണ് ആൻസർ? ഈസ് structural nucleoporins. Option C, structural nucleoporins. The Y complex is made up of structural nucleoporins. Next one, the nucleus was first described by. ആരാണ് ന്യൂക്ലിയസിനെ ആദ്യം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, കണ്ടുപിടിച്ചത് ആരാണ്? വിച്ച് ഈസ് റോബർട്ട് ബ്രൗൺ. ഓപ്ഷൻ എ, റോബർട്ട് ബ്രൗൺ. Next one, the nuclear membrane is in continuous connection with which organelle? Nuclear membrane is continuous. Nuclear membrane continuous ആയി കാണപ്പെടുന്നത് ഏത് ഓർഗനലിൻ്റെ മെംബ്രെയിൻ ആണെന്നാണ്. ഏത് ഓർഗനലാണ്? വിച്ച് ഈസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. വിച്ച് ഈസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. Next one, what is the protein network that lines the inner side of nuclear membrane called? Nuclear membrane, ഇതൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ, ഔട്ടർ ആൻഡ് ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഈ ഇന്നർ ന്യൂക്ലിയർ മെംബ്രെയിന് താഴെയായിട്ട് കാണപ്പെടുന്ന പ്രോട്ടീൻ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പ്രോട്ടീൻ നെറ്റ്വർക്ക് ഏതാണെന്നാണ്. ന്യൂക്ലിയോളസ് ആണോ? അല്ല. ന്യൂക്ലിയർ മെട്രിക്സ് ആണോ? അല്ല. ഈ ഫുൾ റീജിയൻ ആണ് ന്യൂക്ലിയർ മെട്രിക്സ്. ന്യൂക്ലിയർ പ്രോട്ടീൻസ് ആണോ? അല്ല. ആൻസർ ഏതാണ്? വിച്ച് ഈസ് ന്യൂക്ലിയർ ലാമിന. ആൻസർ ഈസ് ഓപ്ഷൻ സി, ന്യൂക്ലിയർ ലാമിന. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ പോർസ് ഡിപ്പെൻഡ്സ് ഓൺ ദ. ന്യൂക്ലിയസിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിനിലെ ന്യൂക്ലിയർ പോർസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും? ടു ഡിപ്പെൻഡ് ഓൺ സൈസ് ഓഫ് ദ സെൽ. ശരിയാണ്. ദ ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവിറ്റി ഓഫ് ദ സെൽ, അതും റൈറ്റ് ആണ്. DNA കണ്ടന്റ് ഓഫ് ദ സെൽ, അതും കറക്റ്റ് ആണ്. സോ ആൻസർ ഏതായിരിക്കും? ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ പോർസ് ഡിപ്പെൻഡ് ഓൺ size of the cell, transcriptional activity of the cell, DNA content of the cell. So the answer is option D, all of these. Answer is option D, all of these. അടുത്ത ക്വസ്റ്റ്യൻ, ദ FG ന്യൂക്ലിയോപോറിൻസ് അല്ലേ, 3 ടൈപ്പ് ന്യൂക്ലിയോപോറിൻസ് ആയിരുന്നു. ഏതൊക്കെയാണ്? സ്ട്രക്ചറൽ ന്യൂക്ലിയോപോറിൻസ്, മെംബ്രെയിൻ ന്യൂക്ലിയോപോറിൻസ് ആൻഡ് FG ന്യൂക്ലിയോപോറിൻസ്. FG ന്യൂക്ലിയോപോറിൻസ് which line the channel of the nucleopore complex contain multiple repeats of short hydrophobic sequences that are rich in. ആ നെയിമിൽ തന്നെ ഉണ്ട് എന്താണ് അതിൽ കൂടുതലായിട്ട് കാണുന്നത്? വിച്ച് ഈസ് ഫിനൈലലാനിൻ ആൻഡ് ഗ്ലൈസിൻ. എന്താണ് ഓപ്ഷൻ? നോക്കിക്കേ. ഓപ്ഷൻ എ ഫിനൈലലാനിൻ ആൻഡ് ഗ്ലൈസിൻ, ഓപ്ഷൻ ബി ഫിനൈലലാനിൻ ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ്, ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്, ഫിനൈലലാനിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ. ആൻസർ ഏതാണ്? വിച്ച് ഈസ് ഓപ്ഷൻ എ ഫിനൈലലാനിൻ ആൻഡ് ഗ്ലൈസിൻ. ഇൻ FG ന്യൂക്ലിയോപോറിൻ എന്ന് പറഞ്ഞാൽ എന്താണ് റിച്ച് ആയിട്ട് കാണുന്നത്? റിച്ച് ഈസ് ഫിനൈലലാനിൻ ആൻഡ് ഗ്ലൈസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു ന്യൂക്ലിയർ ബോഡീസ്? ന്യൂക്ലിയർ ബോഡീസിൽ വരുന്ന സ്ട്രക്ചേഴ്സ് ഏതാണ്? എന്താണ് ന്യൂക്ലിയർ ബോഡി? ന്യൂക്ലിയർ ബോഡീസ് ന്യൂക്ലിയസിനകത്ത് കാണുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ന്യൂക്ലിയർ ബോഡീസ്. നമുക്കറിയാം സൈറ്റോപ്ലാസത്തിനകത്ത് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഓർഗനൽസ് അല്ലേ, അതെല്ലാം മെംബ്രെയിൻ ബൗണ്ട് ആയിരിക്കും. പക്ഷേ ന്യൂക്ലിയസിനകത്ത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് പോസിബിൾ ആണോ? അല്ല. പകരം അതിൽ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതെല്ലാം ഓരോരോ ഡിഫറെൻറ്റ് പൊസിഷനിൽ അറേഞ്ച് ചെയ്യും. ആ അറേഞ്ച്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത് പ്രോട്ടീൻ ഇൻട്രാക്ഷൻ ആയിരിക്കാം, പ്രോട്ടീൻ DNA ഇൻട്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോട്ടീൻ RNA ഇൻട്രാക്ഷൻസ്. ഇതെല്ലാം കാരണം ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ന്യൂക്ലിയസിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും ന്യൂക്ലിയോപ്ലാസത്തിൽ. സോ എന്താണ് ന്യൂക്ലിയർ ബോഡീസ്? ദേ ആർ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് seen within the nucleus or in the nucleoplasm. ന്യൂക്ലിയോപ്ലാസത്തിൽ കാണുന്ന ആ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് ന്യൂക്ലിയർ ബോഡീസ്. ന്യൂക്ലിയോളസ് ന്യൂക്ലിയർ ബോഡി ആണോ? അതെ. ന്യൂക്ലിയർ ലാമിന ന്യൂക്ലിയർ ബോഡി ആണോ? അല്ല. ഇന്നർ മെംബ്രെയിനിലെ തൊട്ട് താഴെ കാണുന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന പ്രോട്ടീൻ നെറ്റ്വർക്കാണ് ന്യൂക്ലിയർ ലാമിന. ഇറ്റ് ഈസ് നോട്ട് എ ന്യൂക്ലിയർ ബോഡി. കാജൽ ബോഡി, PML ബോഡി, ഇതൊക്കെ എന്ത് തന്നെയാണ്? ന്യൂക്ലിയർ ബോഡീസ് ആണ്. സോ ആൻസർ ഏതായിരിക്കും? 1, 3 and 4. ഓപ്ഷൻ ഡി 1, 3 and 4. Answer is option D 1, 3 and 4. Next one, which of the following is the primary structural protein found in the extracellular matrix of animal tissues? എന്താണ് question? Which of the following is the primary structural protein found in the extracellular matrix of animal tissues?
എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അനിമൽ ടിഷ്യൂസിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സിൽ കാണപ്പെടുന്ന പ്രൈമറി സ്ട്രക്ചറൽ പ്രോട്ടീൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ? ആക്റ്റിൻ, കൊളാജൻ, ഇലാസ്റ്റിൻ ആൻഡ് കെരാറ്റിൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കൊളാജൻ, വിച്ച് ഈസ് ദ primary structural protein found in the extracellular matrix of animal tissues. Answer is collagen. Next one, triple helix domain of collagen consists of amino acid sequences glycine XY, where X is usually. Collagen എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ഹെലിക്സ് ആണ്. അതിൽ ഓരോ ഹെലിക്സും ആൽഫ ഹെലിക്സ് ആണ്. ഓക്കെ, ആൽഫ ഹെലിക്സിന് 3 ഹെലിക്സ് ഇങ്ങനെ വൂണ്ടഡ് ഈച്ച് അതർ, അങ്ങനെയാണ് ആ ട്രിപ്പിൾ ഹെലിക്സ് ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡ് സീക്വൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, വിച്ച് ഈസ് ഗ്ലൈസിൻ XY. അതിൽ എക്സ് എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന്? പ്രോലിൻ, ഹൈഡ്രോക്സി പ്രോലിൻ, സിസ്റ്റിൻ ആൻഡ് ഹിസ്റ്റിഡിൻ. ഹിയർ എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രോലിൻ. എക്സ് ഈസ് പ്രോലിൻ ആൻഡ് വൈ ഈസ് ദ ഹൈഡ്രോക്സി പ്രോലിൻ. എക്സ് ഈസ് പ്രോലിൻ ആൻഡ് വൈ ഈസ് ദ ഹൈഡ്രോക്സി പ്രോലിൻ. Name the coenzyme required for the hydroxylation of lysine and proline of the collagen. ആ ട്രിപ്പിൾ ഹെലിക്സിൽ ഇപ്പോൾ ഗ്ലൈസിൻ XY എന്ന് പറഞ്ഞു, ഇതിൽ എക്സ് പ്രോലിൻ ആണെന്ന് പറഞ്ഞു. ദെൻ ഇത് കൂടാണ്ട് ലൈസിൻ ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ ഇതിന് ഹൈഡ്രോക്സിലേഷൻ നടക്കുന്നുണ്ട്. ഹൈഡ്രോക്സിലേഷൻ അങ്ങനെ ഹൈഡ്രോക്സിലേഷൻ ആണ് ഹൈഡ്രോക്സി പ്രോലിനും ഹൈഡ്രോക്സി ലൈസിനും ഒക്കെ ഫോം ചെയ്യും. അതായത് OH ഗ്രൂപ്പിൻ്റെ അഡീഷൻ. ഈ ഹൈഡ്രോക്സിലേഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കോ എൻസൈമായിട്ട് ആക്ട് ചെയ്യും ഒരു വൈറ്റമിനാണ്, വിച്ച് ഈസ് വൈറ്റമിൻ സി. ആൻസർ ഈസ് വൈറ്റമിൻ സി. ഇവിടെ ആൻസർ തെറ്റാണ് തന്നിരിക്കുന്നത്. ആൻസർ ഈസ് വൈറ്റമിൻ സി, അസ്കോർബിക് ആസിഡ്. അതിലാണ് അസ്കോർബിക് ആസിഡ് ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ദ കോഎൻസൈം റിക്വയർഡ് ഫോർ ദ ഹൈഡ്രോക്സിലേഷൻ ഓഫ് ലൈസിൻ ആൻഡ് പ്രോലിൻ ഓഫ് കൊളാജൻ. ഇതാണ് കോഎൻസൈം വിച്ച് ഈസ് വൈറ്റമിൻ സി ഓർ അസ്കോർബിക് ആസിഡ്. നമുക്കറിയാം വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അസുഖം ഉണ്ടാവുന്നത്? വിച്ച് ഈസ് സ്കർവി. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കാരണം സ്കർവി ഉണ്ടാവും. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വൈറ്റമിൻ സി ഇല്ലാതായി എന്ത് സംഭവിക്കും? ഹൈഡ്രോക്സിലേഷൻ നടക്കോ? ഇല്ല. അപ്പോൾ ആ ബോൺ ടിഷ്യൂസിലൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത് അല്ലേ, അതിൻ്റെ സ്ട്രെങ്ത് കുറയും. അങ്ങനെയാണ് സ്കർവിയൊക്കെ ഉണ്ടാവുന്നത്, സ്കർവിയുടെ സിംറ്റംസ് ഒക്കെ അപ്പിയർ ആവുന്നത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ കോഎൻസൈം റിക്വയർഡ് ഫോർ ദ ഹൈഡ്രോക്സിലേഷൻ ഓഫ് ലൈസിൻ ആൻഡ് പ്രോലിൻ ഓഫ് ദ കൊളാജൻ. ആൻസർ ഈസ് വൈറ്റമിൻ സി, ഓൾസോ നോൺ ആസ് ദ അസ്കോർബിക് ആസിഡ്. ഇതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസോർഡർ ആണ് സ്കർവി. നെക്സ്റ്റ് വൺ, മോസ്റ്റ് അബണ്ടൻറ്റ് ടൈപ്പ് ഓഫ് കൊളാജൻ. ഡിഫറെൻറ്റ് ടൈപ്സ് കൊളാജൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും അബണ്ടൻറ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് 1 കൊളാജൻ ആണ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കൊളാജൻ ആണ് ടൈപ്പ് 1 കൊളാജൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഗ്ലൈക്കോപ്രോട്ടീൻ ഇൻ ദ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ സെൽ അഡ്ഹഷൻ ആൻഡ് സെൽ മൈഗ്രേഷൻ. സെൽ അഡ്ഹഷനും മൈഗ്രേഷനും ഹെൽപ്പ് ചെയ്യുന്ന എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സിൽ കാണപ്പെടുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ എന്താണ്? ഗ്ലൈക്കോപ്രോട്ടീൻ ഇൻ ദ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ്. ഗ്ലൈക്കോപ്രോട്ടീൻ ഇൻ ദ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ് റെസ്പോൺസിബിൾ ഫോർ സെൽ അഡ്ഹഷൻ ആൻഡ് മൈഗ്രേഷൻ. സെൽ അഡ്ഹഷനും മൈഗ്രേഷനും ഹെൽപ്പ് ചെയ്യുന്ന എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സിൽ കാണപ്പെടുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ. ഇവിടെ തന്നിരിക്കുന്നത് ലാമിനിൻ, ഫൈബ്രോനെക്റ്റിൻ, കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഫൈബ്രോനെക്റ്റിൻ. ഓപ്ഷൻ ബി ഫൈബ്രോനെക്റ്റിൻ ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ് ഓഫ് ബോൺ ടിഷ്യൂ. ബോൺ ടിഷ്യൂവിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫീച്ചറാണ്? ബോണിൽ ഏതാണ്? കൊളാജൻ ആണ്. സോ ആൻസർ ഏതായിരിക്കും? ഹൈ കൊളാജൻ കണ്ടന്റ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഹൈ കൊളാജൻ കണ്ടന്റ്. ഇലാസ്റ്റിൻ അല്ല, ഫൈബ്രോനെക്റ്റിൻ അല്ല, ഹൈലറോണിക് ആസിഡും അല്ല. ആൻസർ എന്ന് പറയുന്നത് ബോൺ ടിഷ്യൂസിൽ എന്താണ്? ബോൺ ടിഷ്യൂവിൻ്റെ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സിൽ ഹൈ കൊളാജൻ ഈസ് പ്രസൻറ്റ്. നെക്സ്റ്റ് വൺ, ഫൈബ്രോനെക്റ്റിൻ ഈസ് കമ്പോസ്ഡ് ഓഫ്. ഫൈബ്രോനെക്റ്റിൻ 2 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ചേർന്നിട്ടാണ്. ഇങ്ങനെ 2 പോളിപെപ്റ്റൈഡ് ചെയിൻസ്. അവ തമ്മിൽ ലിങ്ക് ചെയ്തിട്ട് ഡൈസൾഫൈഡ് ബോണ്ട് കാണാനായിട്ട് പറ്റും.
So fibronectin is composed of single polypeptide chain. ആണോ? അല്ല. 2 identical subunits joined by disulfide bond. 3 different subunit അല്ല. 4 identical subunit അല്ല. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി 2 identical subunits joined by disulfide bonds ആണ് ഫൈബ്രോനെക്റ്റിൻ എന്ന് പറയുന്നത്. ഫൈബ്രോനെക്റ്റിൻ. Next one, proteoglycans consist of a core protein and a long chain of. Proteoglycan നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? പ്രോട്ടിയോഗ്ലൈക്കൻ്റെ സ്ട്രക്ചർ അറിയോ? ഇങ്ങനൊരു കോർ പ്രോട്ടീൻ ഉണ്ടാവും. ദെൻ ആ കോർ പ്രോട്ടീനോട് കണക്ട് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആണ് കാണാനായിട്ട് പറ്റും. ഒലിഗോസാക്രൈഡ് സബ് യൂണിറ്റ്സ് കാണാനായിട്ട് പറ്റും. ആൻഡ് ദേ ആർ മെയിൻലി ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൺ. എന്താണ്? GAGs, ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൺ. So proteoglycan consists of a core proteins and a long chain of amino acids ആണോ? അല്ല. carbohydrates, glycosaminoglycan. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി glycosaminoglycan. നെക്സ്റ്റ് വൺ, സെൽ ജംഗ്ഷൻസ് ആർ അബണ്ടന്റ് ഇൻ. എവിടെയാണ് സെൽ ജംഗ്ഷൻസ് കൂടുതലായിട്ട് കാണുന്നത്? ലിവർ സെൽസ് അല്ലെങ്കിൽ ഹെപ്പാറ്റിക് സെൽസ്, കാർഡിയാക് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്, പ്രോകാരിയോട്ടിക് സെൽസ്. എവിടെയാണ് കാണുക കൂടുതലായിട്ട്? Cell junctions are abundant in epithelial cells. Next one, which type of following is the homophilic cell adhesion molecule? Cell adhesion molecule എന്ന് പറഞ്ഞാൽ സെൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ രണ്ട് സെൽസിനെ തമ്മിൽ അടുപ്പിച്ച് നിർത്താൻ ആ സെൽ ബൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ സെൽ അഡ്ഹെഷൻ മോളിക്യൂൾസ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളാണ് കാതറിൻ, ഇൻറ്റഗ്രിൻ, സെലക്ടിൻസ്, IG സൂപ്പർ ഫാമിലി, ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഹോമോഫിലിക് സെൽ അഡ്ഹെഷൻ മോളിക്യൂൾ, ഹോമോഫിലിക് അതായത് ആ പർട്ടിക്കുലർ ടൈപ്പ് CAM അതേ CAM സെയിം CAMുമായിട്ട് മാത്രം ലിങ്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പിനെയാണ് നമ്മൾ ഹോമോഫിലിക് സെൽ അഡ്ഹെഷൻ എന്ന് വിളിക്കുക. അതല്ല ഇപ്പോൾ കാതറിൻ ഇൻറ്റഗ്രിനുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മളതിനെ എന്താ വിളിക്കുക? ഹെട്രോഫിലിക് എന്ന് പറയും. ഒരു കാതറിൻ വേറൊരു കാതറിൻ മോളിക്യൂളാണ് ബൈൻഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹോമോഫിലിക് എന്ന് വിളിക്കും. സോ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹോമോഫിലിക് സെൽ അഡ്ഹെഷൻ മോളിക്യൂൾ? ഇതാണ്. ദ ആൻസർ ഈസ് കാതറിൻസ്. ആൻസർ ഈസ് ഓപ്ഷൻ എ കാതറിൻസ്. നെക്സ്റ്റ് വൺ, പ്ലാന്റ് സെൽസ് അഡ്ഹെയർ ക്ലോസ്ലി ടു ഈച്ച് അതർ ആൻഡ് ആർ കണക്റ്റഡ് ത്രൂ. പ്ലാന്റ് സെൽസിനെ അടുത്തടുത്ത് നിർത്താനായിട്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണെന്ന്? വിച്ച് ഈസ് സ്റ്റൊമാറ്റ, പാരങ്കൈമ, സ്ട്രോമ ആൻഡ് പ്ലാസ്മോഡെസ്മേറ്റ. ആൻസർ ഏതാണ് വരിക? നമുക്ക് ഓപ്ഷനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വിച്ച് ഈസ് പ്ലാസ്മോഡെസ്മേറ്റ. ഓപ്ഷൻ എ പ്ലാസ്മോഡെസ്മേറ്റ. ഇത് സെൽ മെംബ്രെയിനിൽ നിന്നല്ല ഫോം ചെയ്തിരിക്കുന്നത്, ഫ്രം ദ സെൽ വോൾ. നെക്സ്റ്റ് വൺ, ബൈൻഡിങ് ഓഫ് CAM on one cell to the same kind of CAM on the adjacent cell. ഇതാണ് CAM on one cell to the same kind of CAM. സെയിം CAM ആണ് അഡ്ജസൻറ്റ് സെല്ലുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. സോ അതെന്താണ്? ഹോമോഫിലിക്. ഏതാണ് ആൻസർ വരിക? ഹോമോഫിലിക്. ഓപ്ഷൻസ് നോക്കാം. ഹോമോടൈപ്പിക് അഡ്ഹെഷൻ, ഹെറ്ററോടൈപ്പിക് ആണ് ഇവിടെ ഓപ്ഷൻ വരേണ്ടത്. ഹെറ്ററോടൈപ്പിക് അഡ്ഹെഷൻ, ഹോമോഫിലിക് ബൈൻഡിങ് ആൻഡ് ഹെട്രോഫിലിക് ബൈൻഡിങ്. ഹോമോടൈപ്പിക് അഡ്ഹെഷൻ എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് സെൽസ് തമ്മിൽ ബൈൻഡ് ചെയ്യാണ്. സെൽ 1ഉം സെൽ 2ഉം തമ്മിൽ ബൈൻഡ് ചെയ്യണേനെ അല്ല, സിമിലർ സെൽസ്. ഇപ്പോൾ സെൽ 1 എന്ന് പറഞ്ഞത് സെൽ 1ഉം ഉണ്ട്, വേറൊരു സെൽ 1ഉം ഉണ്ട്. അങ്ങനെ സിമിലർ സെൽസ് തമ്മിലുള്ള ബൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ഹോമോടൈപ്പിക് അഡ്ഹെഷൻ എന്ന് പറയും. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് സെൽസ് C1, C2 ആയിട്ട് അല്ലെങ്കിൽ C3 ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ അഡ്ഹെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഹെറ്ററോടൈപ്പിക് അഡ്ഹെഷൻ എന്ന് പറയും. ദെൻ സെയിം CAM മോളിക്യൂൾസ് തമ്മിലാണ് ലിങ്കേജ് എന്നുണ്ടെങ്കിൽ അതിനെ ഹോമോഫിലിക് എന്നും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ CAM 1, CAM 2 ആയിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്, CAM 2 എന്ന് പറഞ്ഞ ടൈപ്പുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിനെ ഹെട്രോഫിലിക് ബൈൻഡിങ് എന്ന് വിളിക്കും. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ബൈൻഡിങ് ഓഫ് എ CAM ഓൺ വൺ സെൽ ടു ദി സെയിം കൈൻഡ് ഓഫ് CAM എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ബൈൻഡിങ് ഈസ് ആൻസർ ഈസ് ഹോമോഫിലിക് ബൈൻഡിങ്. നെക്സ്റ്റ് വൺ, ഡെസ്മോസോംസ് ആൻഡ് ഹെമിഡെസ്മോസോംസ് ബിലോങ്സ് ടു. സെൽ ജംഗ്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മെയിൻലി 3 ടൈപ്പ് ജംഗ്ഷൻസ് ആണ് വരുന്നത്, സെൽ ജംഗ്ഷൻസ് ആണ് വരുന്നത്.
ആങ്കറിംഗ് ജംഗ്ഷൻ, ഗ്യാപ് ജംഗ്ഷൻ ആൻഡ് ടൈറ്റ് ജംഗ്ഷൻ. ഏതൊക്കെയാണ്? ആങ്കറിംഗ് ജംഗ്ഷൻ, ഗ്യാപ് ജംഗ്ഷൻസ് ആൻഡ് ടൈറ്റ് ജംഗ്ഷൻസ്. ഇൻ അഡീഷൻ പ്ലാന്റ്സിൽ കാണുന്ന ഒരു സെൽ ജംഗ്ഷൻ ആണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. then ഈ ആങ്കറിംഗ് ജംഗ്ഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ദേ ആർ അഡ്ഹറൻസ് ജംഗ്ഷൻ, ഡെസ്മോസോംസ്, ഹെമിഡെസ്മോസോംസ് ആൻഡ് ഫോക്കൽ കോണ്ടാക്ട്സ് എന്ന് പറയും. സോ ഇവിടെ ഡെസ്മോസോംസ് ആൻഡ് ഹെമിഡെസ്മോസോംസ് ബിലോങ്സ് ടു ആങ്കറിംഗ് ജംഗ്ഷൻ. ആൻസർ സി, ഓപ്ഷൻ സി, ആങ്കറിംഗ് ജംഗ്ഷൻ. Next one, which of the following integrin subunit is primarily involved in binding to RGD sequences in the extracellular matrix? ഇവിടെ integrin എന്ന് പറയുന്നത്, integrin എന്ന് പറയുന്നത് ഒരു സെൽ അഡ്ഹഷൻ മോളിക്യൂൾ ആണ്. അതിന് രണ്ട് സബ് യൂണിറ്റ് ആണുള്ളത്, ആൽഫ ആൻഡ് ബീറ്റ. എന്താണ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞ രണ്ട് സബ് യൂണിറ്റ് ആണ് ഈ ഇൻ്റഗ്രിൻസിനുള്ളത്. ആൻഡ് വെൻ ദേ ആർ ഇൻ ഇനാക്റ്റീവ് സ്റ്റേറ്റ്, ഇതിങ്ങനെ ബെൻഡ് ചെയ്തിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. ആൽഫ സബ് യൂണിറ്റ് അതുപോലെ തന്നെ ബീറ്റ സബ് യൂണിറ്റ് ബെൻഡ് ചെയ്തിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക ഇൻ ദ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ആൻഡ് ദേ ആർ ക്ലോസ് ടുഗദർ. ആൻഡ് ഇൻ ദ ആക്റ്റീവ് സ്റ്റേറ്റ് എന്ത് സംഭവിക്കും? ഇത് രണ്ടും it will move upward, it will move apart in the active state. ആക്റ്റീവ് ആയിരിക്കും, ഇവിടെ ഒരു ടൈലിൻ മോളിക്യൂളൊക്കെ വന്ന് ബൈൻഡ് ചെയ്യും, അങ്ങനെ അത് സെപ്പറേറ്റഡ് ആവും. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ്റഗ്രിൻ സബ് യൂണിറ്റ് ഈസ് പ്രൈമർലി ഇൻവോൾവ് ഇൻ ദ ബൈൻഡിങ് ടു RGD സീക്വൻസസ് ഇൻ ദ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ്? എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ് ആയിട്ടുള്ള ബൈൻഡിങ്ങിൻ്റെ, സെല്ലിനെ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സിലോട്ട് ബൈൻഡ് ചെയ്യാനാണ് മെയിൻലി ഇൻ്റഗ്രിൻസ് ഹെൽപ്പ് ചെയ്യുക. സോ ഈ ആൽഫ ആൻഡ് ബീറ്റ സബ് യൂണിറ്റ്, ഇത് ആൽഫ സബ് യൂണിറ്റ്, ഇത് ബീറ്റ സബ് യൂണിറ്റ്, ഇതിൽ ഏത് സബ് യൂണിറ്റിലോട്ടാണ് RGD സീക്വൻസ്? എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ടല്ലോ, ഫൈബ്രോനെക്റ്റിൻ, ലാമിൻ, പ്രോട്ടിയോഗ്ലൈക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ സ്പെസിഫിക് സീക്വൻസസ് ആണ്, RGD റിച്ച് റീജിയൻ ആണ് എവിടെ വന്ന് ബൈൻഡ് ചെയ്യുക? ഈ പറയുന്ന ഇൻ്റഗ്രിനിലോട്ട് ബൈൻഡ് ചെയ്യുക. അത് ഇൻ്റഗ്രിൻ്റെ ഏത് സബ് യൂണിറ്റിലാണ് ബൈൻഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. which binds to the beta subunit. ഏത് സബ് യൂണിറ്റാണ്? ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ. ആൻസർ ഈസ് ബീറ്റ സബ് യൂണിറ്റ്. RGD സീക്വൻസ് ഉള്ള റീജിയൻസ് അല്ലെങ്കിൽ RGD റിച്ച് റീജിയൻസിന് മാത്രമാണ് എങ്ങോട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ബീറ്റ സബ് യൂണിറ്റിലോട്ട് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. RGD എന്ന് പറഞ്ഞാൽ ആർജിനിൻ, ഗ്ലൈസിൻ ആൻഡ് അസ്പാർട്ടിക് ആസിഡ്. RGD, ആർജിനിൻ, ഗ്ലൈസിൻ ആൻഡ് അസ്പാർട്ടിക് ആസിഡ്. ഈ RGD സീക്വൻസസ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ RGD സീക്വൻസസ് വെച്ചിട്ട് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ RBCയുടെ സർഫസിൽ ഇതുപോലെ ഇൻ്റഗ്രിൻസ് ഉണ്ട്, RBCയുടെ സർഫസിലുള്ള ഇൻ്റഗ്രിൻസ്. ദെൻ ഈ RBCനെ എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സിലുമായിട്ട് ബൈൻഡ് ചെയ്യാനാണല്ലോ ഇൻ്റഗ്രിൻ്റെ ഫങ്ഷൻ. വേറൊരു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫൈബ്രോനെക്റ്റിൻസ് പ്രസൻ്റ് ആയിരിക്കും, ഫൈബ്രോനെക്റ്റിൻസ് പ്രസൻ്റ് ആയിരിക്കും. അതാണ് നെറ്റ്വർക്ക് ഫോമിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഫൈബ്രോനെക്റ്റിൻ എന്ന് പറയുന്നത് എക്സ്ട്രാസെല്ലുലാർ മെട്രിക്സ് പ്രോട്ടീനാണ്. ഓക്കെ, then ഈ ഫൈബ്രോനെക്റ്റിനിൽ RGD ബൈൻഡിങ് സീക്വൻസസ് പ്രസൻ്റ് ആയിരിക്കും, RGD ബൈൻഡിങ് സീക്വൻസസ് പ്രസൻ്റ് ആയിരിക്കും. സോ ഫൈബ്രോനെക്റ്റിൻ്റെ RGD ബൈൻഡിങ് സീക്വൻസ് എന്ത് സംഭവിക്കാം? ഇവിടെയുള്ള ബീറ്റ സബ് യൂണിറ്റിൽ ചെന്ന് ബൈൻഡ് ചെയ്യും. അതുപോലെ ഇവിടെ വേറെ RBCയും വരും, ഇങ്ങനെ ഫൈബ്രോനെക്റ്റും വെച്ച് കണക്ട് ചെയ്ത് അങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. പക്ഷേ ആർട്ടിഫിഷ്യൽ RGD പെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ RGDs പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഫൈബ്രോനെക്റ്റിന് RBCയുടെ സർഫസിലുള്ള ഇൻ്റഗ്രിനുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം ആർട്ടിഫിഷ്യലി സപ്ലൈ ചെയ്ത, ഇതാണ് ആർട്ടിഫിഷ്യലി സപ്ലൈ ചെയ്ത RGD പെപ്റ്റൈഡ്സ് അല്ലെങ്കിൽ RGD സീക്വൻസസ് എന്ന് വിചാരിക്കാം. ഇത് നേരെ ചെന്ന് ഇവിടെയൊക്കെ ബൈൻഡ് ചെയ്തിരിക്കും. സോ ഫൈബ്രോനെക്റ്റിന് വന്ന് ബൈൻഡ് ചെയ്ത് അവിടെ നെറ്റ്വർക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്ന RGD കൊണ്ട് പോസിബിൾ ആണ്. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? RGD എവിടെയാണ് ബൈൻഡ് ചെയ്യുക? ബീറ്റ സബ് യൂണിറ്റ് ഓഫ് ദ ഇൻ്റഗ്രിൻ. നെക്സ്റ്റ് വൺ, ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് പ്ലേ എ മേജർ റോൾ ഇൻ മീഡിയേറ്റിംഗ് സെൽ adhesion. Integral membrane proteins play a major role in mediating cell adhesion. Cell adhesion help ചെയ്യുന്ന integral membrane proteins ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കാതറിൻസ്.
കാതറിൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി ആൻഡ് സി സെലക്റ്റിൻ. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. ദാറ്റ് ഈസ് കാതറിൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി, സെലക്റ്റിൻസ്. ഇതൊക്കെ എന്താണ്? ഇൻ്റഗ്രൽ മെംബ്രെയിൻ സെൽ അഡ്ഹഷന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻ്റഗ്രൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഡൈവാലന്റ് കാറ്റയോൺ ഡിപ്പെൻഡൻറ്റ് CAM. എന്താണ് CAM എന്ന് പറഞ്ഞാൽ? സെൽ അഡ്ഹഷൻ മോളിക്യൂൾ. ഡൈവാലന്റ് കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം, Mg2+, ഇങ്ങനെയുള്ള അയോൺസ്, ഡൈവാലന്റ് അയോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സെൽ അഡ്ഹഷൻ മോളിക്യൂൾസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന സെൽ അഡ്ഹഷൻ മോളിക്യൂൾസ് ആണ് ഇൻ്റഗ്രിൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി, സെലക്റ്റിൻസ് ആൻഡ് കാതറിൻസ്. 4 ടൈപ്പ് ക്യാംസ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. കാതറിൻസ്, സെലക്റ്റിൻസ്, ഇൻ്റഗ്രിൻസ് ആൻഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി. ഇതിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ സൂപ്പർ ഫാമിലി ഒഴികെയുള്ള 3 എണ്ണം, അതായത് ഇൻ്റഗ്രിൻസ്, സെലക്റ്റിൻസ്, കാതറിൻസ്, ഇതിൻ്റെയൊക്കെ ഫംഗ്ഷന് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആക്ഷൻ എന്ന് പറയുന്നത് ഡൈവാലന്റ് കാറ്റയോൺ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഡൈവാലന്റ് കാറ്റയോൺ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? എക്സെപ്റ്റ് IGSF 1, 3 and 4 വരും. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 1, 3 and 4. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കണ്ടിന്യൂവസ് ചാനൽ ഫോംഡ് ബൈ ദ സെൽ മെംബ്രെയിൻ? സെൽ മെംബ്രെയിൻ ഫോം ചെയ്യുന്ന കണ്ടിന്യൂവസ് ചാനൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ ഡെസ്മോസോം, പെറോക്സിസോം, ആനുലാർ ഷെല്ല്, ഇൻ്റഗ്രിൻസ്. ഇതിൽ സെൽ ജംഗ്ഷൻ ഏത് മാത്രമാണ്? ഡെസ്മോസോം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ, ഡെസ്മോസോംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെമിഡെസ്മോസോംസ് കണക്ട് സെൽസ് ടു വിച്ച് സ്ട്രക്ചർ? ഹെമിഡെസ്മോസോംസ് സെല്ലിനെ ഏത് സ്ട്രക്ചറുമായിട്ടായിരിക്കും കണക്ട് ചെയ്യാന്ന്? ഹെമിഡെസ്മോസോംസ് എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സുമായിട്ട് സെൽ മെട്രിക്സ് ഇൻട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന 2 സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ 2 ജംഗ്ഷൻസ് ആണ് ഹെമിഡെസ്മോസോംസും ഫോക്കൽ കോണ്ടാക്ട്സും. സോ ഇവിടെ ആൻസർ എന്താണ്? ഹെമിഡെസ്മോസോം കണക്ട് സെൽസ് ടു ദി എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ്. Next one, which proteins are primarily involved in the formation of tight junctions? Tight junctions in the formation help ചെയ്യുന്ന പ്രോട്ടീൻസ് ഏതാണ്? ഇവിടെ കാതറിൻസ്, ഇൻ്റഗ്രിൻസ്. എന്താണ് കാതറിൻസ് ആൻഡ് ഇൻ്റഗ്രിൻസ് എന്ന് പറയുന്നത്? ക്യാംസ് ആണ്, സെൽ അഡ്ഹഷൻ മോളിക്യൂൾസ് ആണ്. ദെൻ ഇവിടെ എന്താ? ടൈറ്റ് ജംഗ്ഷനിൽ മാത്രം വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കണക്സിൻസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാപ് ജംഗ്ഷൻ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, Claudins and occludins. Claudins and occludins are involved in the formation of tight junction. Tight junction. Connexins എവിടെയാണ്? ഗ്യാപ് ജംഗ്ഷൻസിലാണ് കണക്സിൻസ് ഓർ കണക്സോൺസ് ഒക്കെ വരുന്നത്. നെക്സ്റ്റ് വൺ, ഗ്യാപ് ജംഗ്ഷൻസ് ആർ കമ്പോസ്ഡ് ഓഫ് വിച്ച് പ്രോട്ടീൻ സബ്യൂണിറ്റ്സ്? ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആൻസർ ഏതാണ്? ദേ ആർ കണക്സിൻസ്. ക്ലോഡിൻസ്, ഒക്ലൂഡിൻസ് എവിടെയാണ്? ടൈറ്റ് ജംഗ്ഷൻ. കാതറിൻസ് ക്യാം ആണ്, സെൽ അഡ്ഹഷൻ molecule. So gap junction ഏതാണ്? connexins. Next one, what is the name of the tubular structure that run through the plasmodesmata? എന്തായിരുന്നു plasmodesmata എന്ന് പറഞ്ഞാൽ? plasmodesmata എന്ന് പറഞ്ഞാൽ എന്താണ്? It is the cell junction seen in the plants. പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സെൽ ജംഗ്ഷൻ എന്താണ് വിളിക്കുക? പ്ലാസ്മോഡെസ്മേറ്റ. ദെൻ ഈ പ്ലാസ്മോഡെസ്മേറ്റയുടെ ഉള്ളിലൂടെ പോകുന്ന അല്ലെങ്കിൽ സെൻട്രൽ പോർഷൻ കൂടെ പോകുന്ന ട്യൂബുലാർ സ്ട്രക്ചറിനെ എന്താണ് വിളിക്കാനാണ് ചോദ്യം. which is a tubule called desmotubule. Answer ഏതാണ്? desmotubule. Desmotubule. Next question. Tight junctions are primarily found in which type of tissues? ഏത് ടൈപ്പ് ടിഷ്യൂസിലാണ് മെയിൻ ആയിട്ട് ടൈറ്റ് ജംഗ്ഷൻസ് കാണാന്ന്? ഏതാണ് ടൈറ്റ് ജംഗ്ഷൻ? ഏത് ടൈപ്പ് ടിഷ്യൂസിലാണ് കൂടുതലായിട്ട് കാണാനാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ഇൻ ദ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, എപ്പിത്തീലിയൽ ടിഷ്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ. താഴെ തന്നിരിക്കുന്നതിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇല്ലാത്തത് ഏതാണ്? സ്പേം സെൽസ്, RBC, B ഓൺലി, ബോത്ത് A and B. ഏതൊക്കെയാണ്? സ്പേം സെൽസിലും RBCയിലും നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാനായിട്ട് പറ്റില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബോത്ത് A and B. എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്പേം സെൽസിലും കാണാനായിട്ട് പറ്റില്ല, RBCയിലും കാണാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് വൺ, ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് കണ്ടിന്യൂവസ് വിത്ത് വിച്ച് അതർ സെല്ലുലാർ സ്ട്രക്ചേഴ്സ്?
എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒരെണ്ണത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞൊരു മെംബ്രെയിൻ സ്ട്രക്ചറിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നത്. വിച്ച് അത് ഏതാണ്, ആ ഓർഗനൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോൾഗി അപ്പാരറ്റസ് ആണോ? അല്ല. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു എന്താണ് ER സൈറ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് എർഗിക്ക്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സ്, അതിൽ നിന്ന് സിസ് സ്പേസ് ഒക്കെ വരുന്നു. സോ അവിടെ കണ്ടിന്യൂവേഷൻ ഇല്ല. ദെൻ മൈറ്റോകോൺട്രിയ ഗോൾഗിയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ അതുമല്ല. ദെൻ പ്ലാസ്മ മെംബ്രെയിൻ്റെ കണ്ടിന്യൂവേഷനോ അല്ല. ആൻസർ ഏതാണ്? വിച്ച് ഈസ് ന്യൂക്ലിയർ എൻവലപ്പ്. അതും ഏത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്? മെയിൻലി RER ഈസ് ഇൻ കണ്ടിന്യൂസ് വിത്ത് ദ ന്യൂക്ലിയർ എൻവലപ്പ്. Next one, which type of endoplasmic reticulum is involved in protein synthesis? പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുക? റൈബോസോമിലാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുക. റൈബോസോംസ് നമുക്ക് എവിടെയൊക്കെ കാണാനായിട്ട് പറ്റും? ഫ്രീ റൈബോസോംസ് ആയിട്ട് സൈറ്റോസോളിലും കാണാനായിട്ട് പറ്റും. അതുപോലെ റൈബോസോംസ് അറ്റാച്ച് ടു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോംസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കാം. എന്താണ് വിളിക്കാം? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇങ്ങനെ അറ്റാച്ച്ഡ് റൈബോസോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്രീറ്ററി പ്രോട്ടീൻസ്. എന്താണ് വിളിക്കുക? സെക്രീറ്ററി പ്രോട്ടീൻസ്. ആൻഡ് സൈറ്റോസോളിക് റൈബോസോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് നോൺ സെക്രീറ്ററി പ്രോട്ടീൻസ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്? ആൻസർ ഏതായിരിക്കും? വിച്ച് ഈസ് RER, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ട്രൂ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് സ്റ്റഡഡ് വിത്ത് റൈബോസോംസ് ആണോ? HCR ഈസ് സ്റ്റഡഡ് വിത്ത് റൈബോസോം അല്ല. RER ഈസ് സ്റ്റഡഡ് വിത്ത് റൈബോസോം. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് ഇല്ല. റൈബോസോംസ് അറ്റാച്ച്ഡ് ആണെങ്കിൽ മാത്രമാണ് പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ്മെൻറ്റ് വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി റോങ് ആണ്. ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയിസൺസ്. അത് കറക്റ്റ് ആൻസർ ആണ്. ഇൻവോൾവ്ഡ് ഇൻ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയിസൺസ്. ഓപ്ഷൻ ഡി നോക്കാം. ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. ന്യൂക്ലിക് ആസിഡ് സിന്തസിസ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നടക്കുമോ? ഇല്ല. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയിസൺസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെംബ്രെയിൻ ബെൻഡിംഗ് പ്രോട്ടീൻസ് റെസ്പോൺസിബിൾ ഫോർ ദ ഹൈ ഡിഗ്രി ഓഫ് കർവേച്ചർ ഓഫ് ട്യൂബിൾസ് ഓഫ് SCR. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നോക്കിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്? അതിൽ ഇങ്ങനെ ഒരുപാട് കർവ്സ് കാണാനായിട്ട് പറ്റും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ, മെംബ്രെയിൻ ബെൻഡിംഗ് പ്രോട്ടീൻസ് റെസ്പോൺസിബിൾ ഫോർ ഹൈ ഡിഗ്രി ഓഫ് കർവേച്ചർ ഓഫ് ട്യൂബിൾസ്. ഇവിടെ ഈ ട്യൂബിൾസിൻ്റെ കർവേച്ചർ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആകുമ്പോഴേക്കും ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ട്യൂബുലാർ അപ്പിയറൻസ് വരും. ഈ ട്യൂബിൾസിൻ്റെ ഹൈലി കർവ്ഡ് സ്ട്രക്ചറിന് കാരണം അവിടെയുള്ള മെംബ്രെയിൻ ബെൻഡിംഗ് പ്രോട്ടീൻസ് ആണ്. അത് ഏത് മെംബ്രെയിൻ ബെൻഡിംഗ് പ്രോട്ടീൻസ് ആണ് ഈ കർവേച്ചറിന് കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റെറ്റിക്കുലോൺസ് ആണ്. ആൻസർ ഈസ് റെറ്റിക്കുലോൺസ്. ഇവിടെ തന്നിരിക്കുന്നത് ഇൻ്റഗ്രിൻസ് അല്ല, ട്യൂബുലിൻസ് അല്ല. ഓപ്ഷൻ സി റെറ്റിക്കുലോൺസ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആർ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി റെറ്റിക്കുലോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ high degree of curvature of the tubules of smooth endoplasmic reticulum. Next one, the process of co-translational translocation ensures that proteins are ER co-translational translocation ആണ് നടക്കുന്നത്. അതെന്താണ് ഈ കോ ട്രാൻസ്ലേഷണൽ ട്രാൻസ്ലൊക്കേഷൻ? കോ ട്രാൻസ്ലേഷണൽ ട്രാൻസ്ലൊക്കേഷൻ എന്താണ്? ട്രാൻസ്ലേഷൻ്റെ സമയത്ത് തന്നെ ട്രാൻസ്ലൊക്കേഷനും നടക്കുന്നുണ്ട്. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഫുള്ളി സിന്തസൈസ്ഡ് ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദ ER. എവിടെയാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്? RBC.
സോ ആർ ബി സിയിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുമ്പോൾ തന്നെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാ? ഇ ആറിലോട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യപ്പെടും. അതാണ് കോ ട്രാൻസ്ലേഷണൽ ട്രാൻസ്ലൊക്കേഷൻ. protein is translocated into the lumen of ER while translation is in progress. ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ER ലൂമനിലോട്ട് സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ റിലീസ് ചെയ്യുന്നതിനെയാണ് കോ ട്രാൻസ്ലേഷണൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഫുള്ളി സിന്തസൈസ്ഡ് ബിഫോർ എൻ്ററിങ് ദ ER അല്ല, പാർഷ്യലി സിന്തസൈസ്ഡ് ആൻഡ് ദെൻ ട്രാൻസ്പോർട്ടഡ് ടു ദ ER അങ്ങനെയും പറയാനായിട്ട് പറ്റില്ല. സിന്തസൈസ്ഡ് ആൻഡ് ട്രാൻസ്ലൊക്കേറ്റഡ് സൈമിൾട്ടേനിയസ്ലി, സിന്തസൈസ്ഡ് ഇൻ ദ സൈറ്റോപ്ലാസം ദെൻ ഇമ്പോർട്ടഡ് ഇൻ ടു ദ ER. ഓപ്ഷൻ ഡിയും വരില്ല. ആൻസർ എന്താണ്? ഓപ്ഷൻ സി, സിന്തസൈസ്ഡ് ആൻഡ് ട്രാൻസ്ലൊക്കേറ്റഡ് സൈമിൾട്ടേനിയസ്ലി. സിന്തസിസും ട്രാൻസ്ലൊക്കേഷനും ഒരുമിച്ച് അല്ലെങ്കിൽ സൈമിൾട്ടേനിയസ് ഇവൻറ്റ്സ് ആയിട്ടായിരിക്കും നടക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which molecules recognizes and binds to the signal sequences of a nascent protein during co-translational translocation? Question ഒന്നുകൂടി വായിക്കാം. Which molecules recognizes and binds the signal sequences of a nascent protein during co-translational translocation? ഇവിടെ പറയുന്നത് ഇതൊരു nascent protein ആണ് എന്നുണ്ടെങ്കിൽ ഈ പ്രോട്ടീൻ്റെ ഫസ്റ്റ് എമർജിങ് പോർഷനിൽ ചില സിഗ്നൽ സീക്വൻസസ് ഉണ്ടാകും. ഈ സിഗ്നൽ സീക്വൻസസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദീസ് സിഗ്നൽ സീക്വൻസസ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ കോൾഡ് SRP, സിഗ്നൽ റെക്കഗ്നിഷൻ പാർട്ടിക്കിൾ ഓർ സിഗ്നൽ റെക്കഗ്നിഷൻ പ്രോട്ടീൻ. സോ ആൻസർ ഏതാണ്? റൈബോസോംസ് ആണോ റെക്കഗ്നൈസ് ചെയ്യുന്നത്? അല്ല. tRNA അല്ല, DNA പോളിമറൈസസും അല്ല. ആൻസർ എന്ന് പറയുന്നത് സിഗ്നൽ റെക്കഗ്നിഷൻ പാർട്ടിക്കിൾ ഓർ SRP. ഈ SRP വന്ന് ഇതിലോട്ട് ബൈൻഡ് ചെയ്യും. ഇതിലോട്ട് നേസൻ പോളിപെപ്റ്റൈഡിലോട്ട്, സിഗ്നൽ സീക്വൻസസിലോട്ടും. അതുപോലെ തന്നെ ഇത് എന്തിനോട് അറ്റാച്ച് ചെയ്തിരിക്കുക? റൈബോസോം. ഇതിലോട്ടാണ് SRP ബൈൻഡ് ചെയ്യുക. ഈ SRP ആണ് ഇതിനെ വലിച്ചുകൊണ്ട് പോയി എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ട്രാൻസ്ലോക്കോൺ, എന്താണ് ട്രാൻസ്ലോക്കോൺ എന്ന് പറഞ്ഞ സ്പെസിഫിക് ചാനലുണ്ട്, ഇതിലോട്ട് വന്ന് ബൈൻഡ് ചെയ്യും. ഈ ബൈൻഡിങ് കാരണം അവിടെ പെട്ടെന്ന് തന്നെ ഒരു GTP ഹൈഡ്രോളിസിസ് നടക്കും. ആ GTP ഹൈഡ്രോളിസിസിൻ്റെ ഭാഗമായിട്ട് SRP പ്രോട്ടീൻസ് റിമൂവ് ആവും, പുറത്തോട്ട് മൂവ് ചെയ്യും. SRPയും റൈബോസോമും നേസൻ പോളിപെപ്റ്റൈഡ് ഈ ട്രാൻസ്ലോക്കോൺ വഴി മൂവ് ചെയ്യും. ട്രാൻസ്ലോക്കോൺ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പോർട്ടറാണ്. അതിനൊരു അവർ ഗ്ലാസിൻ്റെ ഷേപ്പൊക്കെയാണ് പറയുന്നത്. ദെൻ ഇവിടെ ഒരു പ്ലഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകും. ഈ സിഗ്നൽ സീക്വൻസസ് ഈ പ്ലഗിൽ ടച്ച് ചെയ്യുമ്പോഴായിരിക്കും ഈ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഈ സീക്വൻസസിന് അകത്തേക്ക് മൂവ് ചെയ്യാനായിട്ട്, ER ലൂമനിലോട്ട് മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നത്. സോ നേസൻ പോളിപെപ്റ്റൈഡിലെ സിഗ്നൽ സീക്വൻസസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആരാണ്? signal recognition particle. This signal recognition particle binds to the signal sequences as well as the ribosome. Next question, what determines the location in a cell where a protein is synthesized? എവിടെയാണ് ആ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ദ അമിനോ ടെർമിനൽ എൻഡ്. അമിനോ ടെർമിനൽ എൻഡിൽ പ്രോട്ടീൻ്റെ അമിനോ ടെർമിനൽ എൻഡിലുള്ള സീക്വൻസസ് ആണ് ഡിറ്റർമിൻ അല്ലെങ്കിൽ അത് നിർണ്ണയിക്കുക എവിടെയാണ് ഈ പ്രോട്ടീൻ സിന്തസിസ് നടക്കേണ്ടത്. ER ലൂമനിലാണോ അതല്ല ERൻ്റെ മെംബ്രെയിനിലാണോ എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് അമിനോ ടെർമിനസ് സീക്വൻസസ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, അമിനോ ടെർമിനസ് സീക്വൻസസ്. നെക്സ്റ്റ് വൺ, ദ കൺസെൻസസ് സീക്വൻസസ് ഫോർ എൻലിങ്ക്ഡ് ഗ്ലൈക്കോസിലേഷൻ ഇൻ പ്രോട്ടീൻ. ഇവിടെ ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നുണ്ട്. ഗ്ലൈക്കോസിലേഷൻ എന്ന് പറഞ്ഞാൽ ഒളിഗോസാക്രൈഡ്സിൻ്റെ അഡീഷൻ നടക്കുന്നുണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വെച്ച്. ആ അഡീഷൻ അല്ലെങ്കിൽ ആ ഗ്ലൈക്കോസിലേഷൻ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ട്രാൻസ്ലോക്കോൺ വഴി മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സിഗ്നൽ സീക്വൻസസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ വൺസ് ട്രാൻസ്ലോക്കണിൽ കൂടെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ സിഗ്നൽ സീക്വൻസസിനെ സിഗ്നൽ പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈം കട്ട് ചെയ്ത് കളയും. ദെൻ പ്രോട്ടീന് വരുന്നൊരു മോഡിഫിക്കേഷനാണ് ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഈ ഗ്ലൈക്കോസിലേഷൻ നടക്കുക അല്ലെങ്കിൽ ഒളിഗോസാക്ക കാർബോഹൈഡ്രേറ്റിൻ്റെ അഡീഷൻ നടക്കുന്നത് സ്പെഷ്യലൈസ്ഡ് സീക്വൻസസ്, അതിനെയാണ് വിളിക്കുന്നത് അസ്പാർജിൻ.
ആ സ്പെഷ്യലൈസ്ഡ് സീക്വൻസസ് ഒരു കൺസെൻസസ് സീക്വൻസ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് അസ്പാർജിൻ, എക്സ്, സെറിൻ ഓർ ത്രിയോണിൻ. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ, അസ്പാർജിൻ, എക്സ്, സെറിൻ ഓർ ത്രിയോണിൻ. ഇതിലോട്ടായിരിക്കും ഗ്ലൈക്കോസിലേഷൻ പ്രോസസ്സ് നടക്കുക. നെക്സ്റ്റ് വൺ, ER associated degradation is a cellular process that targets misfolded proteins for the degradation in the once moved into the ER lumen. ER lumenil എത്തിക്കഴിയുമ്പോഴേക്കും പ്രോട്ടീൻ്റെ മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട്. എന്തൊക്കെ മോഡിഫിക്കേഷനാണ്? ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നുണ്ട്. ദെൻ ഷാപ്രോൺസ് വരും. ഷാപ്രോൺസ് ഈ പ്രോട്ടീൻസിൻ്റെ ഫോൾഡിംഗ് ഒക്കെ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ ഡൈസൾഫൈഡ് ലിങ്കേജസിൻ്റെ മോഡിഫിക്കേഷൻസ് ഒക്കെ നടക്കും. ദെൻ വൺസ് ഷാപ്രോൺസ് ചെക്ക് ചെയ്യാണ്, എന്താ ഇവിടെ ഫോൾഡിംഗ് ഒക്കെ പ്രോപ്പർ ആണോ അല്ലേന്നൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് അവിടെയുള്ള പ്രോട്ടീൻ ഫോൾഡിങ് പ്രോപ്പർ അല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അവിടെ അതിന് ഡിഗ്രഡേഷന് ടാർഗറ്റ് ചെയ്യും. അവിടെയുള്ള ഡിഗ്രഡേഷൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നടക്കുന്ന ഡിഗ്രഡേഷൻ ആയതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ER അസോസിയേറ്റഡ് ഡിഗ്രഡേഷൻ. ER അസോസിയേറ്റഡ് ഡിഗ്രഡേഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് പ്രോട്ടീൻ വിൽ ബി ടാർഗറ്റഡ്, ദാറ്റ് മിസ്ഫോൾഡഡ് പ്രോട്ടീൻ വിൽ ബി ടാർഗറ്റഡ് ഫോർ ഡിഗ്രഡേഷൻ ഇൻ ദ പ്രോട്ടിയാസോം കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. എവിടെയാണ്? പ്രോട്ടിയാസോം. ലൈസോസോമൽ ഡിഗ്രഡേഷൻ അല്ല, ഗോൾഗി അപ്പാരറ്റസിൽ ഡിഗ്രഡേഷൻ നടക്കില്ല, മൈറ്റോകോൺട്രിയയിലും നടക്കില്ല. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടിയാസോം. പ്രോട്ടിയാസോം ഡിഗ്രഡേഷൻ ആയിരിക്കും നടക്കുക. പ്രോട്ടിയാസോം കോംപ്ലക്സിൽ ഡിഗ്രഡേഷൻ നടക്കും, യുബിക്വിറ്റിലേഷൻ എന്നൊക്കെ പറയും. ആ പ്രോസസ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. സോ ഇത്ര ഓർത്തിരിക്കുക. ER അസോസിയേറ്റഡ് ഡിഗ്രഡേഷൻ എന്നാൽ അവിടെ ഷാപ്രോൺസ്, ERൽ വെച്ചിട്ട് ഷാപ്രോൺസ് വന്ന് ബൈൻഡ് ചെയ്ത് അവിടെയുള്ള പ്രോട്ടീൻസ്, നേസൻ പ്രോട്ടീൻസിൻ്റെ ഫോൾഡിങ് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇഫ് പ്രോട്ടീൻ ഫോൾഡിങ് ഈസ് നോട്ട് ഗുഡ് ഓർ ഇംപ്രോപ്പർ, ഇറ്റ് വിൽ ടാർഗറ്റ് ടു ദി പ്രോട്ടിയാസോം കോംപ്ലക്സ് ഫോർ ഡിഗ്രഡേഷൻ. ഇത്ര ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ ഗോൾഗി അപ്പാരറ്റസ് ഇൻ ദ വെസിക്കുലർ ട്രാൻസ്പോർട്ട് പാത്വേ? വെസിക്കുലർ ട്രാൻസ്പോർട്ട് പാത്വേയിൽ ഗോൾഗി അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫംഗ്ഷൻ? പ്രോട്ടീൻ സിന്തസിസ് ആണോ? അല്ല. ലിപ്പിഡ് ഡിഗ്രഡേഷൻ മെയിൻ ഫംഗ്ഷനായിട്ട് പറയാനായിട്ട് പറ്റില്ല. DNA റിപ്ലിക്കേഷൻ അതുമല്ല. ലിപ്പിഡ് ഡിഗ്രഡേഷൻ ഒക്കെ എവിടെ നടക്കുക? ലൈസോസോമിലാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, പ്രോട്ടീൻ മോഡിഫിക്കേഷൻ ആൻഡ് സോർട്ടിംഗ് ആണ് ഗോൾഗി അപ്പാരറ്റസിൽ നടക്കുക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് സീക്വൻസ് ഓഫ് വെസിക്കുലർ ട്രാൻസ്പോർട്ട് ഫ്രം ER ടു ഗോൾഗി? ER ടു ഗോൾഗി സെക്രട്ടറി വെസിക്കിളിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് സീക്വൻസ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഗോൾഗി കോംപ്ലക്സിന് ഒരു സിസ് ഫേസും ഉണ്ട്, ഒരു ട്രാൻസ് ഫേസും ഉണ്ട്. ഒരു സിസ് ഫേസും ഉണ്ട്, ട്രാൻസ് ഫേസും ഉണ്ട്. സിസ് ഫേസ് ഈസ് ഓൾവേസ് പോയിന്റ് ടുവേർഡ്സ് എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനോട് അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ അടുത്തോട്ട് തുറന്നിരിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുന്ന റീജിയനാണ് സിസ് ഫേസ് എന്ന് പറയുന്നത്. ട്രാൻസ് ഫേസ് വിച്ച് ഈസ് ദ എൻട്രി ഫേസ്. ആ സെക്രട്ടറി വെസിക്കിൾസ് ഗോൾഗിലോട്ട് കയറുന്നതാണ് സിസ് എന്ന് പറയുന്നത്. ആൻഡ് ട്രാൻസ് ഈസ് ദ എക്സിറ്റ് ഫേസ്. സോ എപ്പോഴും മൂവ്മെൻറ്റ് സിസ് ടു ട്രാൻസ് ആയിരിക്കും. സിസ് ടു ട്രാൻസ് മൂവ്മെൻ്റ് ആണ് സെക്രട്ടറി വെസിക്കിൾസ് കാണിക്കുക. നമുക്ക് നോക്കാം കറക്റ്റ് പാത്ത്. ER ട്രാൻസ് വരുമ്പോൾ തന്നെ ആ ഓപ്ഷൻ റോങ് ആണ്. ER ടു സിസ് ഗോൾഗി, മീഡിയൽ ഗോൾഗി ആൻഡ് ട്രാൻസ് ഗോൾഗി. ER ടു മീഡിയൽ, സിസ് ട്രാൻസ്, ER ടു ട്രാൻസ്. ഓക്കെ, ഇങ്ങനെയാണ്. ആദ്യം സിസ് വരും, ദെൻ മീഡിയൽ ഗോൾഗി അല്ലെങ്കിൽ മീഡിയൽ സിസ്റ്റേണ്, അത് കഴിഞ്ഞിട്ടാണ് ട്രാൻസ് സിസ്റ്റേണ് വരിക. സോ ആൻസർ ഈസ് ER, ദെൻ സിസ് ഗോൾഗി, മീഡിയൽ ഗോൾഗി ആൻഡ് ട്രാൻസ് ഗോൾഗി. Next question, which of the following proteins is responsible for the retrograde transport from the Golgi back to the ER? ഇവിടെ ഗോൾഗിയിലെ ട്രാൻസ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് ട്രാൻസ്പോർട്ട് ഉണ്ട്. വൺ ഈസ് റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ആൻഡ്രോഗ്രേഡ്. റിട്രോഗ്രേഡ് ആൻഡ് ആൻഡ്രോഗ്രേഡ് ട്രാൻസ്പോർട്ട്. നമുക്കറിയാം ERൽ പ്രോട്ടീൻ ഫോം ചെയ്തു, ERൽ നിന്ന് വെസിക്കിൾസ് ബഡ് ഓഫ് ചെയ്ത് ER എക്സിറ്റ് സൈറ്റിൽ കൂടെ അത് എങ്ങോട്ട് എത്തും? ER എർഗിക്ക്, ER ഗോൾഗി ഇൻ്റർമീഡിയറ്റ് കോംപ്ലക്സിലെത്തും. ദെൻ അവിടെ നിന്ന് അത് സിസ് ഗോൾഗി നെറ്റ്വർക്ക് വഴി സിസ് ഗോൾഗിയിലോട്ടെത്തും, സിസ് ഗോൾഗി. ദെൻ അവിടെ നിന്ന് ട്രാൻസ് ഗോൾഗിയിലോട്ടെത്തും ത്രൂ മീഡിയൽ ഗോൾഗിയാണ്.
ദെൻ ട്രാൻസ് ഗോൾഗി നെറ്റ്വർക്ക് വഴി റിലീസ് ഔട്ട്. ഓക്കെ, ഇതാണ് ശരിക്കും പാത്ത് വേ എന്ന് പറയുന്നത്. ER, എർഗിക്ക്, സിസ് ഗോൾഗി നെറ്റ്വർക്ക്, സിസ് ഗോൾഗി ടു മീഡിയൽ ഗോൾഗി, ദെൻ ടു ട്രാൻസ് ഗോൾഗി, അവിടെ നിന്ന് ട്രാൻസ് ഗോൾഗി നെറ്റ്വർക്ക് അവിടെ നിന്ന് റിലീസ് ചെയ്യും. ഇതാണ് ആൻഡ്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഗോൾഗി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതുപോലെ സ്റ്റാക്സ് ആയിട്ട് ഫ്ലാറ്റൻഡ് സ്റ്റാക്സ് കോൾഡ് സിസ്റ്റേർണി ആയിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക. സോ ഒരു സിസ്റ്റേർണിലെത്തും, അവിടെ നിന്ന് ബഡ് ഓഫ് ചെയ്തിട്ടായിരിക്കും അടുത്തതിലേക്ക് മൂവ് ചെയ്യുക. ഇങ്ങനെ പാത്ത് വേ പോകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ER ടു ഗോൾഗി, ട്രാൻസ് ഗോൾഗി, സിസ് ഗോൾഗി ടു ട്രാൻസ് ഗോൾഗി, ദെൻ അതവിടെ എങ്ങോട്ട് പോകും? എയ്തർ ലൈസോസോം ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനിലോട്ടൊക്കെ മൂവ് ചെയ്യും. ആ സോർട്ടിങ് TGN നടക്കും, ട്രാൻസ് ഗോൾഗി നെറ്റ്വർക്കിൽ വെച്ച് നടക്കും. ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടിനെയാണ് ആൻഡ്രോഗ്രേഡ് എന്ന് പറയുന്നത്. ഈ ആൻഡ്രോഗ്രേഡിൽ ആ വെസിക്കിൾസിനെ COP2 പ്രോട്ടീൻസ് വെച്ചിട്ടായിരിക്കും കോട്ട് ചെയ്യുക. COP2 വെച്ചിട്ടായിരിക്കും കോട്ട് ചെയ്യുക. ദെൻ ഈ ട്രാൻസ് ഗോൾഗി നെറ്റ്വർക്ക് വഴി പുറത്തെത്തി കഴിയുമ്പോൾ വീണ്ടും ചിലത് എന്താണ് തിരിച്ച് ERലോട്ട് വരേണ്ടതായിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാവും. റിവേഴ്സ് ബാക്ക് ടു ദി ER ഫോം ചെയ്ത് എവിടെയാണ് അവിടേക്ക് തന്നെ തിരിച്ചു വരണം. അതുകൊണ്ടാണ് അതിനെ റിട്രോഗ്രേഡ് എന്ന് വിളിക്കുന്നത്. എന്താണ് റിട്രോഗ്രേഡ് എന്ന് വിളിക്കുന്നത്? തിരിച്ച് ERലോട്ട് വരേണ്ട പ്രോട്ടീൻസ്. അങ്ങനെയുള്ള പ്രോട്ടീൻസ് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ സെൽസിന് അല്ലെങ്കിൽ ഗോൾഗിക്ക്. അതിനുവേണ്ടി ERലോട്ട് തിരിച്ചു വരേണ്ട പ്രോട്ടീൻസിനെ വേറൊരു സ്പെസിഫിക് പ്രോട്ടീൻസ് വെച്ചിട്ടായിരിക്കും കോട്ട് ചെയ്യുക, വിച്ച് ഈസ് COP1. സോ എന്താ സംഭവിക്കുക? ട്രാൻസ് ഗോൾഗി എത്തിക്കഴിയുമ്പോൾ ഇത് തിരിച്ച് ERലോട്ട് തിരിച്ചു വരും. ഇതിനെയാണ് റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട് എന്ന് വിളിക്കുക. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റിട്രോഗ്രേഡ് ട്രാൻസ്പോർട്ട്? ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഈസ് COP1. ഇവിടെ ആൻസർ ഏതാണ്? ക്ലാദ്രിൻ, COP1, COP2, ഡൈനാമിൻ. അവർ ആൻസർ ഈസ് COP1. COP1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പ്രോട്ടീൻ കോഡ് ഈസ് ഇൻവോൾവ് ഇൻ വെസിക്കിൾ ഫോർമേഷൻ ഫോർ ട്രാൻസ്പോർട്ട് ഫ്രം ER ടു ദി ഗോൾഗി കോംപ്ലക്സ്? ERൽ നിന്ന് ഗോൾഗി അപ്പാരറ്റസിലോട്ടുള്ള ട്രാൻസ്പോർട്ട്, അങ്ങനെയുള്ള വെസിക്കിൾസിനെ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സെക്രട്ടറി സ്ട്രക്ചേഴ്സിലോട്ട് ലൈസോസോമിലോട്ടും പ്ലാസ്മ മെംബ്രെയിനിലോട്ടൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന വെസിക്കിൾസ് ഉണ്ട്. അതിനെ കോട്ട് ചെയ്യുന്നത് ഏത് പ്രോട്ടീൻസ് വെച്ചിട്ടാണെന്ന്? ഏത് വെച്ചിട്ടാണ്? വിച്ച് ഈസ് COP2. സോ ദ ആൻസർ ഈസ് COP2. ഇവിടെ ഏതാണ്? ദിസ് ഈസ് ആൻഡ്രോഗ്രേഡ് ട്രാൻസ്പോർട്ട്. ഏതാണിത്? ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ആൻഡ്രോഗ്രേഡ്. In andrograde transport, the vesicles are coated with COP2, and in retrograde, the vesicles are coated with the COP1. ഓർത്തിരിക്കുക. Next one, what is the pH of a lysosome? Lysosomes എന്തായിരുന്നു? They are the suicidal bags എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ദ സെല്ലാണ് ലൈസോസോം. അവിടെ pH എങ്ങനെയാണെന്നാണ്. pH എങ്ങനെയാണ്? Lysosome have an acidic pH and which is approximately 5. എത്രയാണ്? approximately 5. acidic pH ആണ് ലൈസോസോംസിൽ കാണാനായിട്ട് പറ്റുക. Which lysosomal storage disease is characterized by the accumulation of glucocerebrosides in the macrophages? So ഇതിൻ്റെ ആൻസർ കണ്ടെത്തും മുമ്പ് നമുക്കറിയണം എന്താണ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസീസ്. ലൈസോസോംസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രഡേറ്റീവ് ബാഗ്സ് ആണ്. ഡിഗ്രഡേഷൻ നടക്കുന്ന സൈറ്റ് ഓഫ് ഡിഗ്രഡേഷൻ ആണ് ലൈസോസോം. ആ ലൈസോസോമിനകത്ത് ഒരുപാട് ആസിഡ് ഹൈഡ്രോളൈസസ് ഉണ്ട്. ആസിഡ് ഹൈഡ്രോളൈസസ്, ഒരുപാട് ആസിഡ് ഹൈഡ്രോളൈസസ്, അതായത് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ അറൗണ്ട് 50 എൻസൈംസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ എൻസൈംസ് ഒക്കെ എന്താണ്? പ്രോട്ടീൻസ് ആണ്. സോ ആ പ്രോട്ടീൻസിനൊക്കെ കോഡ് ചെയ്യുന്ന സ്പെസിഫിക് ജീൻസും കാണാനായിട്ട് പറ്റും അല്ലേ? വൺസ് ഈ ജീൻസിന് ഏതെങ്കിലും ജീൻസിന് മ്യൂട്ടേഷൻ നടന്നു കഴിയുമ്പോൾ ആ എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ നടക്കുമോ? ഇല്ല. ആ പർട്ടിക്കുലർ ആസിഡ് ഹൈഡ്രോളൈസ് പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ സബ്സ്റ്റൻസിൻ്റെ ഡിഗ്രഡേഷൻ നടക്കില്ല. ഗ്രാജുവലി അത് അക്യൂമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിൻ്റെ അക്യൂമുലേഷൻ, ആ പർട്ടിക്കുലർ സബ്സ്റ്റൻസ് അക്യൂമുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യപ്പെടാനായിട്ട് തുടങ്ങും സെല്ലിൽ. അങ്ങനെ വരുന്ന ഡിസോർഡേഴ്സിനെയാണ് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ്. ഫോർ എക്സാമ്പിൾ
സെറിബ്രോസിഡേസ് ആബ്സെൻ്റ് അല്ലെങ്കിൽ അതിന് മ്യൂട്ടേഷൻ നടന്നു എന്ന് സംഭവിക്കാം. എന്ത് സംഭവിക്കാം? ഫൈനലി ഗ്ലൂക്കോസ് സെറിബ്രോസൈഡ് അക്യൂമുലേറ്റ് ചെയ്യും, ആ സെല്ലിനകത്ത് അക്യൂമുലേറ്റ് ചെയ്യും, അതങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതൊരു ഡിസോർഡറിലോട്ട് എത്തും. അതിനെയാണ് നമ്മൾ ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഗ്ലൂക്കോസ് സെറിബ്രോസൈഡിൻ്റെ അക്യൂമുലേഷൻ കാരണം, മാക്രോഫേജസിൽ ഗ്ലൂക്കോസ് സെറിബ്രോസൈഡ്സിൻ്റെ അക്യൂമുലേഷൻ കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് ഗൗച്ചേഴ്സ് ഡിസീസ്. ഗൗച്ചേഴ്സ് ഡിസീസ്. ദെൻ ടൈസാക്സ്, നീമാൻപിക്ക്, ഫാബ്രി എന്നൊക്കെ പറയുന്നത് ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സ് തന്നെയാണ്. ഓക്കെ, ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡേഴ്സിന് എക്സാമ്പിളാണ് ടൈസാക്സ്, ഗൗച്ചേഴ്സ്, നിമാൻപിക് ആൻഡ് ഫാബ്രി ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൽ ഗ്ലൂക്കോസ് സെറിബ്രോസൈഡ്സിൻ്റെ അക്യുമുലേഷൻ കാരണം ഉണ്ടാകുന്നതാണ് ഗൗച്ചേഴ്സ് ഡിസീസ്. നെക്സ്റ്റ് വൺ, ഇൻസൈഡ് ദ സെൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ക്ലിയറൻസ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ക്ലിയറൻസിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവാണ്. മിക്ക ഓക്സിഡേഷൻ റിയാക്ഷനിലും ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുന്നുമുണ്ട്. സോ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ബോഡീനെ ക്ലിയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏത് സ്ട്രക്ചറാണ്? ഏതാണ്? ആ പേരിൽ തന്നെയുണ്ട്, പെറോക്സൈഡ്. സോ ദ സ്ട്രക്ചർ ഈസ്, ഇത് ചെറിയ സ്ട്രക്ചറാണ് പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ആർ പെറോക്സിസോംസ്. ഇതാണ് പെറോക്സിസോം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് കാറ്റലേസ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. പെറോക്സിസോം വിത്ത് എൻസൈം അമിനോ ഓക്സിഡേസ് അല്ല, അമിനോ ഓക്സിഡേസ് അല്ല, പെറോക്സിസോം ആണ്. ഗ്ലയോക്സിസോം അല്ല. ഗ്ലയോക്സിസോം എവിടെ മാത്രമേ കാണുള്ളൂ? ഗ്ലയോക്സിസോം പ്ലാന്റ്സിലും അതുപോലെ തന്നെ ഫിലമെന്റസ് ഫഞ്ചയിലുമാണ് കാണുക ഗ്ലയോക്സിസോം. സോ അതല്ല, പെറോക്സിസോം വിത്ത് എൻസൈം കാറ്റലേസ്. ആൻസർ ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ക്ലിയറൻസ് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ happens in the peroxisome with the help of enzyme called catalase. Next question, which cells in our body contain abundant peroxisome? ഈ തന്നിരിക്കുന്നതിൽ ഏത് സെൽസിലാണ് പെറോക്സിസോം കൂടുതലായിട്ട് കാണാൻ? ഇതിലാണ്, വിച്ച് ഈസ് ഇൻ ലിവർ സെൽസ്. ലിവർ സെൽസിലാണ് കൂടുതലായിട്ട് പെറോക്സിസോം കാണാനായിട്ട് സാധിക്കുക. നെക്സ്റ്റ് വൺ, in addition to plants, glyoxysomes are also found in certain microorganisms. Glyoxysomes എന്ന് പറയുന്നത് പെറോക്സിസോമിനോട് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ ഓർഗനലാണ്. മെയിൻലി പ്ലാന്റ്സിലാണ് കാണുന്നത്. അത് കൂടാതെ പ്ലാന്റ്സിലല്ലാതെ വേറെ ഏതൊക്കെ ഓർഗാനിസത്തിലാണ്? ഓൾറെഡി ഡിസ്കസ് ചെയ്തോളൂ. ഇതിലാണ് ഫഞ്ചൈ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഫഞ്ചൈ. Next question, the glyoxylate cycle in glyoxysome allows plants to use stored lipids as an energy source during. ഗ്ലയോക്സിസോംസിലാണ് ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ നടക്കുന്നത്. ഈ ഗ്ലയോക്സിലേറ്റ് സൈക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഈ ഗ്ലയോക്സിസോംസ് പ്ലാന്റ്സിൽ ജെർമിനേറ്റിംഗ് സീഡ്സിലൊക്കെയാണ് കൂടുതലായിട്ട് കാണുക. അവിടെ ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടല്ലോ, ആ ഫാറ്റിനെ ജെർമിനേഷൻ്റെ സമയത്ത് കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റാനായിട്ടാണ് ഗ്ലയോക്സിസോം ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കൺവേർഷനാണ് ഗ്ലയോക്സിലേറ്റ് സൈക്കിളിൽ വരുന്നത്. എന്ത് കൺവേർഷൻ? ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്സിനെ കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റാം. ഇവിടെ ക്വസ്റ്റ്യൻ, ദ ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ ഇൻ ഗ്ലയോക്സിസോം അലൗസ് പ്ലാന്റ്സ് ടു യൂസ് സ്റ്റോർഡ് ലിപ്പിഡ്സ് ആസ് ആൻ എനർജി സോഴ്സ് ഡ്യൂറിങ്. എപ്പോഴാണ്? സീഡ് ജെർമിനേഷൻ. ഏത് സമയത്താണ്? സീഡ് ജെർമിനേഷൻ്റെ സമയത്ത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സീഡ് ജെർമിനേഷൻ. Next one, mitochondria contain their own DNA, which is, മൈറ്റോകോൺഡ്രിയയ്ക്കും ക്ലോറോപ്ലാസ്റ്റിനും സ്വന്തമായിട്ട് DNA ഉണ്ട്. ആ DNAയുടെ പ്രത്യേകത എന്താ? ദേ ആർ ലീനിയർ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല, സർക്കുലർ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ്. ലീനിയർ ആൻഡ് സിംഗിൾ സ്റ്റാൻഡേർഡ്, സർക്കുലർ ആൻഡ് സിംഗിൾ സ്റ്റാൻഡേർഡ്. എങ്ങനെയാണ് മൈറ്റോകോൺഡ്രിയയിലെ DNA? വിച്ച് ഈസ് സർക്കുലർ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA. നെക്സ്റ്റ് വൺ, ദ എൻസൈം ATP സിന്തേസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ. ATP സിന്തേസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ATP സിന്തേസ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതെവിടെയാണ് നടക്കുകയെന്ന് അല്ലെങ്കിൽ എവിടെയാണ് കാണുകയെന്ന്, ഏത് ഓർഗനലിലാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുക? പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലേ, മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് ATP സിന്തേസ് ഒക്കെ കാണുക. So answer is inner mitochondrial membrane. Option B, inner mitochondrial membrane.
നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മൈറ്റോകോൺഡ്രിയൽ DNA ഈസ് ട്രൂ? മൈറ്റോകോൺഡ്രിയൽ DNA കുറിച്ചുള്ള ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന്? ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ബോത്ത് പാരൻസ് ആണോ? അല്ല. എങ്ങനെയുള്ള ഇൻഹെറിറ്റൻസ് ആണ് മൈറ്റോകോൺഡ്രിയൽ DNA കാണിക്കുന്നത്? ഇറ്റ് ഈസ് മറ്റേണൽ ഇൻഹെറിറ്റൻസ്, അതായത് ഫ്രം മദർ ആണ് മൈറ്റോകോൺഡ്രിയൽ DNA ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഓൺലി ഫ്രം ദ മദർ. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് ഇൻഹെറിറ്റഡ് ഓൺലി ഫ്രം ദ മദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ മൈറ്റോകോൺഡ്രിയ UGA കോഡ്സ് ഫോർ DNA ഉണ്ടെന്നുണ്ട്, മൈറ്റോകോൺഡ്രിയൽ DNA ഉണ്ട്. സോ അപ്പോൾ ജനറ്റിക് കോഡ് അവിടെ കാണും അല്ലേ? നമുക്കറിയാം യൂണിവേഴ്സൽ ജനറ്റിക് കോഡ് അനുസരിച്ച് UGA എന്ന് പറയുന്നത് വിച്ച് ഈസ് എ സ്റ്റോപ്പ് കോഡോൺ ആണ്. UGA യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് കോഡ് അനുസരിച്ചിട്ട് UGA എന്താണ്? ഇൻ മോസ്റ്റ് ഓർഗാനിസം ഇറ്റ് കോഡ്സ് ഫോർ സ്റ്റോപ്പ് കോഡോൺ. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൈറ്റോകോൺഡ്രിയ ഇറ്റ് ഹാസ് എ ഡിഫറെൻറ്റ് ജനറ്റിക് കോഡ്. സോ UGA കോഡ് ഫോർ ട്രിപ്റ്റോഫാൻ. ഇതാണ് UGA കോഡ്സ് ഫോർ ട്രിപ്റ്റോഫാൻ ഇൻ മൈറ്റോകോൺഡ്രിയ. Next one, which of the following is a consequence of defective mitophagy? എന്താണ് മൈറ്റോഫാജി എന്ന് പറഞ്ഞാൽ? മൈറ്റോഫാജി is the autophagocytosis of the mitochondria. അതായത് മൈറ്റോകോൺഡ്രിയ ഫങ്ഷൻ ഒക്കെ പ്രോപ്പർ അല്ല എന്ന് വിചാരിക്കുക. അപ്പം എന്ത് പറ്റും? ഇത് ഡിഗ്രേഡ് ചെയ്ത് കളയണം. സോ മൈറ്റോകോൺഡ്രിയനെ ഫാഗോസോംസ് എന്ത് ചെയ്യും? എൻഗൾഫ് ചെയ്ത് മൈറ്റോഫാഗോസോംസ് ഫോം ചെയ്യും. ദെൻ ഈ മൈറ്റോഫാഗോസോംസ് ഫ്യൂസ് വിത്ത് ലൈസോസോം ആൻഡ് ഫോംസ് ഫാഗോലൈസോസോം. ദെൻ ആ ഫാഗോലൈസോസോമിനകത്ത് വെച്ച് മൈറ്റോകോൺഡ്രിയയുടെ ഡിഗ്രഡേഷൻ നടക്കും. വൺസ് ഈ മൈറ്റോഫാജി അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ ഡിഗ്രഡേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എൻഹാൻസ്ഡ് സെൽ പ്രൊലിഫറേഷൻ ആണോ? അല്ല. ഇൻക്രീസ്ഡ് മൈറ്റോകോൺഡ്രിയൽ ബയോജനസിസ് അല്ല. അക്യൂമുലേഷൻ ഓഫ് ഡാമേജ്ഡ് മൈറ്റോകോൺഡ്രിയ അല്ലേ? ഡാമേജ്ഡ് മൈറ്റോകോൺഡ്രിയ ആ സെല്ലിൽ അക്യൂമുലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺഡ്രിയ ആർ ബിലീവ്ഡ് ടു ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം. നമുക്കറിയാം ക്ലോറോപ്ലാസ്റ്റിനും മൈറ്റോകോൺഡ്രിയയ്ക്കും എന്താണ് പ്രത്യേകത? ദേ ഹാവ് ദെയർ ഓൺ DNA ആൻഡ് എന്താണ് പറയുന്നത്? ഒരു പ്രോട്ടീൻ സിന്തറ്റിക് മെഷീനറിയും ഉണ്ട്. ചെറുതായിട്ടൊരു 10% അതിന് ആവശ്യമുള്ള പ്രോട്ടീൻ സിന്തസിസും ക്ലോറോപ്ലാസ്റ്റിലും മൈറ്റോകോൺഡ്രിയയ്ക്ക് അകത്ത് വെച്ച് തന്നെ നടക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള റൈബോസോംസും പ്രസൻ്റ് ആണ്. ഇതിന് അവിടെയുള്ള DNA എന്ന് പറയുന്നത് സർക്കുലാർ ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞു. സോ ഇതിനെ ബേസ് ചെയ്തിട്ടൊരു തിയറി അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് വന്നേക്കാം. എവല്യൂഷണറി ബേസിസിൽ ദേ ആർ എൻഡോസിംബയോട്ടിക് ഇൻ ഒറിജിൻ എന്ന് പറയും. എൻഡോസിംബയോട്ടിക് ഇൻ ഒറിജിൻ. മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് പ്രീവിയസ്ലി ഒരു ഓക്സിഡേഷന് കഴിവുള്ള അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ബാക്ടീരിയനെ പ്രിമിറ്റീവ് സെൽസ്, ന്യൂക്ലിയസ് ഉള്ള പ്രിമിറ്റീവ് സെൽസ് എൻഗൾഫ് ചെയ്തെടുത്തു. അങ്ങനെ ആ മൈറ്റോകോൺഡ്രിയ വൺസ് ആ സെല്ലിനകത്ത് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ തിയറിയാണ് എൻഡോസിംബയോട്ടിക് തിയറി. സോ ഇവിടെ പറയുന്നത് എൻഡോസിംബയോട്ടിക് സയനോ ബാക്ടീരിയ എന്നാണ്. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം എൻഡോസിംബയോട്ടിക് സയനോ ബാക്ടീരിയ. നെക്സ്റ്റ് വൺ, റൈബോസോംസ് ആർ കമ്പോസ്ഡ് ഓഫ്. റൈബോസോംസിന് 2 സബ് യൂണിറ്റ് ഉണ്ട്. ഒരു ലാർജർ സബ് പ്രൊക്കാരിയോട്ടിക് ആവട്ടെ യൂക്കാരിയോട്ട് ആവട്ടെ എന്തൊക്കെയുണ്ട്? ഒരു സ്മോളർ സബ് യൂണിറ്റും ഒരു ലാർജർ സബ് യൂണിറ്റും ഉണ്ട്. ഓരോ സബ് യൂണിറ്റും വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് rRNAs ആൻഡ് പ്രോട്ടീൻസ്. എന്താണ്? rRNAs ആൻഡ് പ്രോട്ടീൻസ്. സോ ഇവിടെ ആൻസർ എന്താണ്? റൈബോസോംസ് ആർ കമ്പോസ്ഡ് ഓഫ് DNA ആൻഡ് പ്രോട്ടീൻ അല്ല, ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻസ് അല്ല, കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് അല്ല. ആൻസർ ഈസ് ഓപ്ഷൻ ബി, RNA ആൻഡ് പ്രോട്ടീൻസ്. RNA ആൻഡ് പ്രോട്ടീൻസ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ മൈറ്റോകോൺഡ്രിയ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ ഉണ്ട്. അപ്പോപ്റ്റോസിസ് റെഗുലേഷൻ ഉണ്ട്. ഗ്ലൈക്കോളിസിസ് എവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിലാണ്. സോ നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഗ്ലൈക്കോളിസിസ്. നെക്സ്റ്റ് വൺ, glioxysomes are structurally similar to which other organelle found in eukaryotic cell? glioxysomes plant cells നാണ് കാണുന്നത്. they are specialized peroxisomes എന്നാ പറഞ്ഞത്. സോ ഏതാണ് ആൻസർ വരിക? ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺഡ്രിയ, പെറോക്സിസോം, ലൈസോസോം. ആൻസർ ഈസ് ഓപ്ഷൻ സി,
peroxisome. Glyoxysomes are structurally similar to peroxisomes found in the eukaryotic cell. Next one, which protein accumulates on the outer mitochondrial membrane to initiate mitophagy? Once ആ മൈറ്റോകോൺഡ്രിയക്ക് ഡിഗ്രഡേഷൻ നടക്കണം, അതിൻ്റെ ഫങ്ഷൻ പ്രോപ്പർ അല്ല, സോ അതിനെ കാണിക്കാനായിട്ട്, അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, ലൈസോസോംസിന് മനസ്സിലാവണം ഈ മൈറ്റോകോൺഡ്രിയ ഡാമേജ്ഡ് ആണ്, ഇറ്റ് ഷുഡ് ബി ഡിഗ്രേഡഡ് ഫ്രം ദ സെൽ. അങ്ങനെ കാണിക്കാനല്ല, ഹൈലൈറ്റ് ചെയ്യുന്ന ആ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് പിങ്ക് പാർക്കിൻസ് എന്നൊക്കെ പറയുന്നത്. ഈ പിങ്ക് പാർക്കിൻസ് ഒക്കെ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ പ്രസന്റ് ആയി കഴിഞ്ഞാൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ് മൈറ്റോകോൺഡ്രിയ ഷുഡ് ബി ഡിഗ്രേഡഡ് ഇമ്മീഡിയറ്റ്ലി, ഇറ്റ് ഷുഡ് ബി അണ്ടർഗോ മൈറ്റോഫാജി. സോ നമ്മുടെ ക്വസ്റ്റ്യൻ, വിച്ച് പ്രോട്ടീൻ അക്യുമുലേറ്റ്സ് ഓൺ ദ ഔട്ടർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ടു ഇനിഷ്യേറ്റ് മൈറ്റോഫാജി? ഏതാണ്? പിങ്ക് 1. ഏതാണ്? പിങ്ക് 1. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.